ഹലോ എവരിവൺ. നമ്മുടെ ലൈഫിൽ എപ്പോഴും വെളിച്ചം തരുന്ന ഒരു പ്രൊഫൗണ്ട് ട്രൂത്തിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ആ ഒരു പവർഫുൾ ലെറ്ററിൽ ഹ്യൂമിലിറ്റിയുടെയും സബ്മിഷന്റെയും അൾട്ടിമേറ്റ് ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് ജീസസിനെ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. നമ്മളെ മോണിറ്റർ ചെയ്യാൻ ആരും ഇല്ലാത്തപ്പോൾ പോലും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന ടൈമിൽ പോലും ക്രിസ്തുവിനെ പോലെ ആ ഒരു ഒതന്റിസിറ്റി കീപ്പ് ചെയ്യാനാണ് പൗലോസ് എപ്പോഴും നമ്മോട് പറയുന്നത്. വർക്ക്ഔട്ട് യുവർ ഓൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ് എന്ന് പൗലോസ് നമ്മോട് പറയുമ്പോൾ അതൊരു സീരിയസ് കോളാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മുടെ ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് മാത്രം അച്ചീവ് ചെയ്യാവുന്ന ഒന്നല്ല ഈ സാൽവേഷൻ എന്ന് പറയുന്നത്. സാൽവേഷൻ എന്നത് ദൈവത്തിന്റെ മാത്രം എക്സ്ക്ലൂസീവ് വർക്കാണ്. അത് ദൈവം നമുക്ക് തരുന്ന ഒരു പ്യൂറസ്റ്റ് ഗ്രേസ്, അല്ലെങ്കിൽ ഒരു ഫ്രീ ഗിഫ്റ്റാണ്. റോമർക്കും എഫേസ്യർക്കും എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുവാനായിട്ട് കഴിയും. അതായത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല നമ്മൾ സേവ് ചെയ്യപ്പെടുന്നത്, മറിച്ച് വൺസ് നമുക്ക് ആ ഒരു ഡിവൈൻ ഗ്രേസ് കിട്ടി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ബിഗ് ചേഞ്ചിന്റെ റിസൾട്ടാണ് നമ്മുടെ സൽപ്രവൃത്തികളെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സൽപ്രവൃത്തികൾ നമുക്ക് നന്മ ചെയ്യാനുള്ള ആ ഒരു സ്ട്രോങ് ഡിസയർ നൽകുന്നതും, അല്ലെങ്കിൽ ദൈവഹിതം അനുസരിക്കാൻ നമ്മെ മെന്റലി ആൻഡ് സ്പിരിച്വലി എക്വിപ്പ് ചെയ്യുന്നതും അത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ലൈഫ് ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ നമ്മൾ റൂട്ട് മാറിപ്പോകാം. ആ സമയത്തൊക്കെ ദൈവത്തിന്റെ ആ ഒരു സോവറിൻ പ്രസൻസ് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. അത് മാത്രമല്ല, ദൈവത്തെ ആദരവോടെ സേവിക്കുവാൻ ആ സമയങ്ങളിൽ നമുക്ക് കഴിയണം. സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഭക്തിയോടും വിനയത്തോടും കൂടി ദൈവത്തെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് വെറുമൊരു ഷാഡോ ആയിട്ടല്ല, മറിച്ച് ഈ സൊസൈറ്റിയിൽ പ്രകാശിക്കുന്ന ഒരു ലൈറ്റായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു അവിടെ തർക്കവുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഓരോ ചെറിയ സിൻസിയർ എഫേർട്ടായിരുന്നാലും ദൈവം അതിനെ വലിയ മാറ്റങ്ങളിലേക്ക് കൊണ്ടു ചെല്ലുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ദൈവത്തിന്റെ ആ വലിയൊരു ഗൈഡിങ് പ്രസൻസ് എപ്പോഴും നമുക്ക് അനുഭവിക്കാനായിട്ടും കഴിയും. അതുകൊണ്ട് ഗൈസ്, ലൈഫ് ഒരു ഹസലായിട്ട് മാത്രം കാണാതെ നമ്മുടെ കരിയറിലും പേഴ്സണൽ സ്പേസിലും ആ ഒരു ഡിവൈൻ ഒതന്റിസിറ്റി കൊണ്ടുവരുവാനായിട്ട് നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശ്രമിക്കണം. പുറമെ കാണിക്കുന്ന ഒരു ഷോ എന്നതിലുപരി ആരും കാണാത്ത ടൈമിലും ക്രിസ്തുവിനെ പോലെ നാം ജെന്യൂൻ ആയിരിക്കണമെന്നാണ് വേദോത്സവം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. ഗോഡ് ബ്ലെസ്.